കീച്ചിട്ടിരുന്ന കാലുകൾ വലിച്ചു വെച്ചുകൊണ്ട് ശിവക്കരികിലേക്ക് ചെന്നു. അവളെ ഒന്നവൻ നോക്കി. കണ്ണുകൾ തുറന്നാണ് കിടപ്പ്. പക്ഷേ തങ്ങളെ അവൾ കാണുന്നതിന് യാതൊരു റിയാക്ഷനും ആ മുഖത്തില്ല. ജീവനുള്ളൊരു ശവം കണക്കെ കിടക്കുന്ന പെണ്ണിനെ നേരിടാൻ അവൻ ഹൃദയം വല്ലാതെ വീർപ്പുമുട്ടി. ഇമകൾ ചിമ്മുന്നുണ്ട്. ഉള്ളിൽ ചെന്നിട്ടുള്ള മരുന്നുകളുടെ ഫലമാവാം ആ കുഞ്ഞു ചുണ്ടുകളൊക്കെ തൊലി പൊളിഞ്ഞ് വരണ്ടുണങ്ങിയിരിക്കുന്നു. കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ബാധിച്ചിട്ടുണ്ട്. കണ്ണുകൾ കുഴിഞ്ഞ് മുഖമെല്ലാം ഒന്നുകൂടെ ചുരുങ്ങി കവളുകൾ എല്ലുവരെ തെളിഞ്ഞു കാണും. നെറ്റിയിൽ അത്യാവശ്യം വലിപ്പത്തിൽ ഒരു മുറിവിന് ഉണങ്ങിയ പാടുണ്ട്. കഴുത്തിന് താഴെ തളർന്നു പോയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. അസ്ഥികൂടം തോറ്റുപോകും വിധം അവളുടെ ശരീരം ശേഷിച്ചിരുന്നു. അവളുടെ വയറ് തുളിച്ചൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്. യൂറിൻ പോകാൻ മറ്റൊരു ട്യൂബ് കൂടി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് ശിവയുടെ മിഴികൾ നിറഞ്ഞു. കിച്ചു അത്ഭുതത്തോടെ അത് നോക്കി. അവൻ പെട്ടെന്ന് ഉള്ളിലൊരു സന്തോഷം തോന്നി. അവൾ തങ്ങളെ തിരിച്ചറിഞ്ഞു. എന്നാൽ അത് കണ്ടതും പാർവതി ഓടി വന്ന് ഫ്ലാസ്കിൽ നിന്നും അല്പം ചൂടുവെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്തു. ഒരു ചെറിയ പീസ് കോട്ടനും എടുത്ത് വെള്ളത്തിൽ മുക്കി അവളുടെ വരണ്ട ചുണ്ടുകളൊന്ന് തുടച്ചു കൊടുത്തു. ഒരു ഗ്ലാസ് അരച്ചെടുത്ത റാഗി കുറുക്കെടുത്ത് വലിയ സിറിഞ്ചിൽ ലോഡ് ചെയ്തു. എന്നിട്ട് വയറിലെ ട്യൂബിലൂടെ അത് അവളുടെ വയറിലേക്ക് എത്തിച്ചു. അത് കഴിഞ്ഞ് 15 മിനിറ്റ് വെള്ളം കൂടി അളന്നു കൊടുത്തു. കൂടെ ഏതോ ഒരു ഗുളിക കൂടെ പൊട്ടിച്ച് വെള്ളത്തിൽ കലക്കി അതിലൂടെ തന്നെ കൊടുത്തു. പാർവതി വളരെ ശ്രദ്ധിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. എന്നാൽ ശിവയുടെ അവസ്ഥ കണ്ട് മറ്റുള്ളവരുടെയൊക്കെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പാർവതി ശിവയുടെ മുഖം നനഞ്ഞെടുത്ത് തുണി കൊണ്ട് ഒപ്പിക്കൊടുത്തു. ശരീരത്തിലെ വേദന സഹിക്കാൻ വയ്യാതെയാകുമ്പോഴാണ് ഇങ്ങനെ ഈർന്നണിയുന്നത്. ആ സമയം ഈ മെഡിസിൻ കൊടുത്ത അപ്പോൾ തന്നെ ആളുറങ്ങിപ്പോകും. പാർവതി ആരോടൊന്നില്ലാതെ പറഞ്ഞതും അത് കേൾക്കാനുള്ള മനസ്സില്ലാതെ കിച്ചു തന്നെ മിഴികൾ അമർത്തിയടിച്ചു. പാർവതി, ഞങ്ങളിവിടെ കൊണ്ടുപോകാം. ജഗൻ അങ്ങനെ പറഞ്ഞതും അവൾ സങ്കടത്തോടെ ശിവയൊന്ന് നോക്കി. കയ്യിൽ കിട്ടിയ നാള് മുതൽ ആരാണെന്ന് അറിയില്ലെങ്കിൽ കൂടി സ്വന്തമായി തന്നെയാണ് അവളെ പരിപാലിച്ചത്. ആംബുലൻസിൽ ശിവയെ ശ്രദ്ധിച്ചെടുത്ത് കിടത്തിയത് കിച്ചു തന്നെയായിരുന്നു. പാർവതിയും അയ്യരും നിറഞ്ഞ മിഴികളോടെയാണത് നോക്കിയത്. പാർവതി ഫോൺ ചെയ്ത പ്രകാരം കടയിൽ ലീവ് പറഞ്ഞിറങ്ങിയതാണ് അയ്യര്. കയ്യിൽ കിട്ടിയ നാള് മുതൽ ശിവയെ ഒരു മകളെ പോലെയാണ് അയാൾ നോക്കിയത്. തങ്ങൾക്കുണ്ടായിരുന്ന സമ്പാദ്യത്തിൽ പകുതിയും അവളുടെ ചികിത്സക്കായി എടുക്കുമ്പോൾ പോലും അയാൾ അതിൽ യാതൊരു മടിയും തോന്നിയിരുന്നില്ല. എന്നാൽ ആ സമയം ശിവാനി ആരാണെന്ന് കിച്ചോട് പറഞ്ഞു തോർക്കുമ്പോൾ പാർവതിയിൽ നിറഞ്ഞ സംതൃപ്തിയായിരുന്നു. തൻ്റെ ദൈവത്തിൻ്റെ പെണ്ണിനെയാണ് താൻ അറിയാതെയാണെങ്കിലും താൻ സംരക്ഷിച്ചെന്നോർത്ത് അവൾക്കുള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തിരുന്ന സന്തോഷം നിറഞ്ഞു. മാറി നിൽക്കുന്ന അയ്യരെയും പാർവതിയെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചുപതി അവർക്ക് അടുത്തേക്ക് വന്ന് പാർവതിയെ നന്ദിയോടെ നോക്കി. പാർവതി, ഒരു നന്ദി പറഞ്ഞ് താൻ ചെയ്തിരുന്ന കാര്യങ്ങളെ കൊച്ചാക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇപ്പം ഈ ലോകത്ത് ഞങ്ങളുടെ ശിവജീവനോട് ഇരിക്കാൻ തന്നെ കാരണം നിങ്ങളൊക്കെയാണ്. ഞങ്ങൾക്കിപ്പോൾ നിങ്ങളാണ് ദൈവം. അവനങ്ങനെ പറഞ്ഞതും അയ്യർ വേഗം അവനെ വിലക്കി. അരുത് കുഞ്ഞേ, അപ്പടിയെല്ലാം ചൊല്ലക്കൂടാതെ. എൻ കുഞ്ഞിനെ പോലെയാ ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. വേർതിരിവ് ഇതുവരെ തോന്നിയിട്ടില്ല. കടവുൾ എനിക്ക് കൊടുത്ത ഇന്നൊരു കുഴന്ത താൻ ഇവളും. അയാൾ എങ്ങനെ പറഞ്ഞു കിച്ചു അയാളെ നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. സന്തോഷം. നിങ്ങളുടെ ഈ നല്ല മനസ്സുകൊണ്ട് ഇനി ഈ ജന്മം നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല, സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം നിങ്ങൾ തിരികെ നൽകിയത് സത്യദേവിന്റെ പ്രാണനെയാണ്. അതിനുള്ള സമ്മാനം തീർച്ചയായും അവൻ നിങ്ങൾക്ക് തിരികെ തന്നിരിക്കും. ജഗൻ അങ്ങനെ പറഞ്ഞതും പാറു ചെറുതായെന്ന് പുഞ്ചിരിച്ചു. ഒന്നും വേണ്ട, എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാൻ സാധിച്ചല്ലോ. അതാ എനിക്ക് കിട്ടിയ ഭാരം. അതിൽ ഞാൻ ഒത്തിരി സന്തോഷവതിയാണ്. അവളുടെ ആ വാക്കുകളൊക്കെ അവരെ സ്വാധീനിച്ചു. എല്ലാവർക്കും ആ പെണ്ണിനോട് സ്നേഹവും ബഹുമാനവും തോന്നിപ്പോയി. ആരും ചെയ്യാൻ പഠിക്കുന്ന കാര്യമാണ് അവർ ചെയ്തത്. കിച്ചു പാർവതി ഒന്ന് നോക്കി. പാർവതി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊന്ന് സൂക്ഷിക്കണം. ഒരുപക്ഷെ ശത്രുക്കളിപ്പോൾ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. അവരങ്ങനെ പറഞ്ഞതും പാർവൽപ്പെട്ട ടെൻഷനായി. കാരണം ശിവാനിയെ ആ ദുഷ്ടന്മാരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ അവൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. കിച്ചുവിനോട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ അവൾ പറഞ്ഞിരുന്നു. എന്നാൽ ശരി, ഞങ്ങൾ ഇറങ്ങാം. ശിവയെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. അവരവരോട് യാത്ര പറഞ്ഞു. അയ്യര് സന്തോഷത്തോടെ അവനെ നോക്കി കൈകൂപ്പി. തിരികെ അവനും ആംബുലൻസിൽ കിച്ചുവും ഗിരിയും ശിവയുടെ കൂടെ കയറി. ബാക്കിയുള്ളവർ മോസിയുടെ കാറിലുമായി ആ നാട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. ശിവയെ തിരികെ കിട്ടിയതിലെ സന്തോഷത്തേക്കാൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയോത്തുള്ള നൊമ്പരമായിരുന്നു അവരിലെല്ലാം കൂടുതൽ നിറഞ്ഞു നിന്നത്. അതിനേക്കാളെല്ലാം ഉപരി സത്യ തെരഞ്ഞാലുള്ള അവസ്ഥ, അതിനെക്കുറിച്ച് ഓർക്കാൻ കൂടി വയ്യ എന്ന പോലെയാണ് കിച്ചുവിൻ്റെ ഇരിപ്പ്. ഇതേ സമയം സത്യക്ക് ആയുർവേദ വിധിപ്രകാരമുള്ള ചികിത്സാ മുറകൾ ഗുരുജി തുടങ്ങി വെച്ചു. അവനാവശ്യമായ മെഡിസിൻ ശിവാനിയാണെന്ന വ്യക്തമായ അറിവോടെ തന്നെ ഗുരുജി ചികിത്സ ആരംഭിച്ചു. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ മുറുകിയ മുഖത്തോടെ ഗുരുജി അവനായി പ്രാർത്ഥനയോടെ ധ്യാനത്തിലിരുന്നു. അയാളുടെ ഉള്ളിലെ ആശങ്ക ആ മുഖത്ത് വ്യക്തമായി തന്നെ പ്രതിഫലിച്ചു. കിച്ചു ആശ്രമത്തിൽ വിളിച്ച് ശിവാനിയെ തിരികെ കിട്ടിയെന്ന് അറിയിച്ചതും
അവിടുത്തെ ഒരു ജോലിക്കാരി ആ വിവരം ഗുരുജിയെ കണ്ട് പറഞ്ഞു. ആ സമയം ഗുരുജിയുടെ മുഖം തെളിഞ്ഞു. അയാൾ ആത്മവിശ്വാസത്തോടൊന്ന് പുഞ്ചിരിച്ചു. മഹാദേവ, നീയേ തുണ. കഴുത്തിലെ രുദ്രാക്ഷമാലയിലൊന്ന് അമർത്തി പിടിച്ചുകൊണ്ട് അയാൾ ആകാശത്തേക്ക് നോക്കി മുഴിഞ്ഞു. നഗരത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ ശിവയെ അഡ്മിറ്റ് ചെയ്തു. ശിവാനിയുടെ പഴയ മെഡിക്കൽ റിപ്പോർട്ട് പാർവതി കിച്ചുവിനെ ഏൽപ്പിച്ചിരുന്നു. അതിലെല്ലാം ശിവയുടെ പേര് വാണി വിഷ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. പുതിയ ഡോക്ടർക്ക് അതെല്ലാം കിച്ചു ഹാൻഡ് ഓവർ ചെയ്തു. ആ റിപ്പോർട്ട് പരിശോധിച്ച ഡോക്ടർ മോഹൻ ആ പെൺകുട്ടിയുടെ അലിവ് തോന്നിപ്പോയി. അത്രമാത്രം അനുഭവിച്ച് തീർത്തിട്ടുണ്ടാവും. കിച്ചുവിന്റെ കലങ്ങി ചുവന്ന മിഴികൾ കണ്ട അയാളൊന്നും ചോദിക്കാനോ പറയാനോ തോന്നിയില്ല. എന്താ സംഭവിച്ചതെന്ന് ഞാനിനി ചോദിക്കുന്നില്ല. പക്ഷേ ഇത്രയും ക്രൂരത ആ കുട്ടിയോട് ചെയ്തവർ മനുഷ്യരായിരിക്കില്ല. എന്തിന് മൃഗങ്ങൾ പോലും ഇങ്ങനൊന്നും ചെയ്യില്ല. അയാൾക്ക് അങ്ങനെ പറയാതിരിക്കാനായില്ല. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ പോലും നിറഞ്ഞിരുന്നു. ഉടനെ തന്നെ ഈ കുട്ടിക്ക് 3 സർജറി ആവശ്യമാണ്. അതിലൊന്ന് വലത് കാലിനും പിന്നൊന്ന് റൈറ്റ് ഹാൻഡിനും മറ്റേത് വലത് ചെവിക്കുമാണ്. പക്ഷേ ഇതൊന്നും അത്ര ഈസിയായി നടക്കാൻ സാധിക്കില്ല. ഇപ്പൊ തന്നെ 4 സർജറി വേറെ കഴിഞ്ഞില്ലേ? ജഗൻ കൈകൾ കൂട്ടിത്തിരിഞ്ഞു. കിച്ചു ദയനീയമായി മോഹനെ നോക്കി. സത്യത്തിൽ നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഓരോ സർജറിയും അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. ആദ്യം കാലിൻ്റെയും പിന്നെ ഇയറിൻ്റെയും ചെയ്യുന്നതാവും ഉചിതം. ഹെഡ് അല്പം റിസ്ക് കൂടുതലാണ്. എങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കാന്നേ പറയൂ. സങ്കടമൊന്നും തോന്നരുത്. എനിക്കിത് വേണമെങ്കിൽ മറച്ചു വെക്കാം. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ. തുറന്നു പറയട്ടെ, ഈ കുട്ടിയുടെ കാര്യത്തിൽ പൂർണ്ണമായ റിക്കവർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. പേടിക്കണ്ട, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ. അവൻ്റെ ആ വാക്കുകൾ അവരിൽ ആത്മവിശ്വാസത്തെ പാടെ തകർത്ത് കളഞ്ഞു. പ്രാർത്ഥനയോടെ ഇരിക്കാൻ മാത്രമേ പിന്നെ അവർക്ക് കഴിഞ്ഞുള്ളൂ. നീണ്ട നേരത്തെ മെഡിറ്റേഷന് ശേഷം സത്യ ശാന്തമായി തൻ്റെ കണ്ണുകൾ തുറന്നു. ചുവന്ന് കലങ്ങിയ മിഴികൾ കണ്ട് ഗുരുജി നേർമയിലൊന്ന് പുഞ്ചിരിച്ചു. എന്താണ് സത്യ, തനിക്ക് സാധിക്കുന്നില്ലേ? മനസ്സ് ഏകാഗ്രഹമാക്കാൻ എന്തുകൊണ്ടാണ് തനിക്ക് സാധിക്കാത്തത്? ഗൗരവം വിടാതെ അയാൾ അവനോട് ചോദിച്ചു. പാറു പാറു. അയാളുടെ ആ ചോദ്യത്തിന് അറിയാതെ അവൻ്റെ നാവൊന്ന് ചലിച്ചു. അത് കേട്ട് ശാന്തമായി ഗുരുജി ഒന്ന് പുഞ്ചിരിച്ചു. സത്യ, തൻ്റെ പാറു തന്നെ കാത്തിരിക്കുകയാണ്. അവൾക്ക് വേണ്ടത് ഇങ്ങനെയൊരു സത്യമല്ല. തന്നിലെ വന്യതയും ദേഷ്യവും സ്വാർത്ഥതയും ഒന്നും ആ കുട്ടിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. ആ കുട്ടിക്ക് തന്നിലേക്ക് മടങ്ങി വരാൻ ഭയമാണ്. അതുകൊണ്ട് താൻ അവൾക്ക് വേണ്ടി മാറാൻ ശ്രമിച്ചു നോക്കൂ. ഞാൻ തന്നെ അതിനെ സഹായിക്കടൂ. അയാൾ അങ്ങനെ പറഞ്ഞത് സത്യയുടെ നെറ്റിയിലെ ഞരമ്പ് പിഴഞ്ഞു പൊന്തി. അവൻ്റെ കാപ്പിമിഴികൾ കൂർത്തു. അവൾക്ക് തന്നിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ലെന്ന ആ ഒറ്റ വാക്ക് അവൻ അത്രയും പ്രകോപിപ്പിച്ചു. ആ പറൂ. പെട്ടെന്നാണ് സത്യ വയലന്റായത്. അവൻ്റെ ഓരോ ഭാവങ്ങളും ഗുരുജി സൂക്ഷ്മമായി ശ്രദ്ധിച്ചു. തലമുടിയിൽ കുരുത്ത് വലിച്ചുകൊണ്ട് അവൻ ആകാശസ്ഥനായി. സ്വയം മറന്ന് സ്വന്തം വ്യക്തിത്വത്തെ പോലും മറന്ന് ആരെയും കൊല്ലാനുള്ള വെറിയോടെ ചുറ്റും കണ്ണുകൾ ഒടുക്കുന്ന സത്യയെ കണ്ട് ഗുരുജിയുടെ മിഴികൾ കുറുകി. അയാൾക്ക് ആ നിമിഷം ഉള്ളിൽ വല്ലാത്ത ആശങ്ക നിറഞ്ഞു. അയാൾക്കുള്ളിൽ പല ചോദ്യങ്ങളും ആ നിമിഷം തലപൊക്കി. സത്യ, തൻ്റെ പാറു ഒരിക്കലും തന്നെ വിട്ടു പോകില്ല. ആ കുട്ടി തന്നെ കാത്തിരിക്കുകയാണ്. പക്ഷേ അവൾക്ക് വേണ്ടതൊരു സാധാരണക്കാരനായ സത്യദേവനെയാണ്. അതിനായി തൻ്റെ ഈ ദേഷ്യം നിയന്ത്രിക്കൂ. ഗുരുജിയുടെ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ സ്പർശിച്ചു. തൻ്റെ പാറു തന്നെ കാത്തിരിക്കുന്നു എന്നൊരു തോന്നൽ വന്നതും അവൻ പതിയെ ശാന്തനായി. അവൻ്റെ ചുണ്ടുകളിൽ ആർക്കും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഒരു കുഞ്ഞു പുഞ്ചിരി വന്നു മഞ്ഞു. പക്ഷെ അവൻ്റെ ഓരോ നീക്കവും ഗുരുജി അത്രയും കൃത്യതയോടെ തന്നെ മനസ്സിലാക്കി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാക്രമം സത്യം അനുസരിക്കുകയാണെങ്കിൽ തൻ്റെ പാറുവിനരികിലേക്ക് അവൾ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവായി സത്യയെ ഞാൻ തിരികെ നൽകുന്നതാണ്. അതിന് സത്യയുടെ പൂർണ്ണ സഹകരണം എനിക്ക് ആവശ്യമാണ്. എൻ്റെ പാറു തിരികെ വരുമെങ്കിൽ അവൾക്ക് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്. മറുത്ത് ഒന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അവൻ അതിന് സമ്മതിച്ചു കൊടുത്തു. അയാൾ തൻ്റെ ജീവനാണ് ചോദിച്ചതെങ്കിലും അവൾക്ക് വേണ്ടി അവൻ അതും ചതിച്ചേനും. ആ ഒരുവന്റെ ശ്വാസം പോലും ആ പെണ്ണെടുത്തിയാണെന്ന് ഗുരുജിക്ക് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യയടക്കാൻ പാറുവിനെ ആയുധമാക്കി അദ്ദേഹം തിരഞ്ഞെടുത്തത്. കുഞ്ഞിപ്പെണ്ണ് ഉറക്കമുണർന്നതും ബെഡിൽ കിടന്നൊന്ന് ഉരുണ്ടു മറിഞ്ഞു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗായത്രി അഞ്ജുവിന്റെ മുറിയിലേക്ക് വന്നത്. ഗായത്രിയെ കുഞ്ഞിനെ വെറുതെ ഒന്ന് നോക്കി. ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോലൊരു കുഞ്ഞ്. അവൾക്കാണെങ്കിൽ വാശിയോ കരച്ചിലോ മറ്റു നിർബന്ധങ്ങളോ ഒന്നും തന്നെയില്ല. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അവൾ എല്ലാവരെയും ആകർഷിക്കും. ബെഡിൽ കിടക്കുന്ന കിളിക്കാൻ വേണ്ടി കൈ എത്തിച്ചെടുക്കാൻ വേണ്ടി അവളൊന്ന് തിരിഞ്ഞു മറിഞ്ഞതും ഗായത്രി ഒന്ന് പിടിക്കാനുള്ള അവസരം പോലും കിട്ടാതെ കുഞ്ഞു കട്ടിലിൽ നിന്ന് താഴെ വീണു. കുഞ്ഞിന്റെ അലറി കരച്ചിൽ കേട്ടാണ് കുളിമുറിയിൽ നിന്നും ഒരു ടോപ്പ് മാത്രം ഇട്ടുകൊണ്ട് 5 വേഗം ഇറങ്ങി വന്നത്.
ഗായത്രിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടതും അവളൊന്ന് പരുങ്ങി. കുഞ്ഞല്ലേ അഞ്ജു, നിനക്കൊന്ന് ശ്രദ്ധിച്ചാലെന്താ? ദേ നോക്ക്, മോള് വീണു, തല നന്നായി മുഴച്ചിട്ടുണ്ട്. ഓ ഓ ഇല്ലടാ, കരയില്ല പാവേ. ദേവഗായത്രി അഞ്ജുവിനെ ശാസിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊഞ്ചിച്ചു. അഞ്ജു ആകെ വല്ലാതെയായി പോയി. കുഞ്ഞ് വീഴാതിരിക്കാൻ തലയിണ വെച്ചതാണ്. പക്ഷെ 3 വയസ്സുള്ള കുഞ്ഞല്ലേ, അവൾക്ക് എഴുന്നേൽക്കാനും പിച്ച വെച്ച് നടക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ തലയിണൊക്കെ തള്ളി താഴെയിടാൻ എളുപ്പമാണ്. ഞാൻ കുളിക്കുമായിരുന്നു, ശ്രദ്ധിച്ചില്ല. അഞ്ജുവിന് ഇപ്പോഴും ദേവയെ ഭയമാണ്. ഇനി ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അഞ്ജു, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്ക് ഈ കുഞ്ഞിനോട് യാതൊരു ദേഷ്യവുമല്ല. എൻ്റെ മകൻ്റെ തലയിൽ ഇതിൻ്റെ പ്രതിത്വം നീ ചുമത്തരുത്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാനോ ഇതിനെ ദ്രോഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ നീ ഇതിനോട് കാണിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും ശരിയല്ല കുഞ്ഞെ. എത്രയൊക്കെ ആയാലും നീ നൊന്തുപെറ്റ കുഞ്ഞല്ലേ ഇവള്. ദേവൽപ്പം പൗരുഷമായി തന്നെ അഞ്ജുവിനോട് പറഞ്ഞു. എന്നാൽ അഞ്ജു നോക്കിയത് ആ കുഞ്ഞിനെയായിരുന്നു. തൻ്റെ ജീവിതം തകർക്കാനുണ്ടായ ശനിയായിട്ടാണ് അവൾക്ക് ആ കുഞ്ഞിന് ആ സമയം തോന്നിയത്.